ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇന്നൊരു സ്പെഷ്യൽ സ്പോട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് സ്വർഗം ബാക്ക് വാട്ടേഴ്സ് ആണ്. നമ്മുടെ കുമ്പളത്തുള്ള സ്വർഗം ബാക്ക് വാട്ടേഴ്സിലാണ് നമ്മൾ എന്താ ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മളിന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. കായലിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യൂ വളരെ അടിപൊളിയാണ്. നമുക്ക് ആദ്യം ഒരു ഫോട്ടോ സെഷൻ ആയിരുന്നു. നമ്മളിങ്ങനെ എല്ലാവരുടെയും ഫോട്ടോയൊക്കെ എടുത്ത്, പിന്നെ അതേപോലെ നമ്മുടെ ഗിഫ്റ്റൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടേബിളിൽ. നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ സ്പോട്ടിൽ എടുക്കാമെന്നാണ് തീരുമാനിച്ച്. പക്ഷെ ഗിഫ്റ്റൊക്കെ നമ്മൾ മേടിച്ച് ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫോട്ടോ സെഷനിലേക്ക് കടന്നത്. കേക്ക് മുറിക്കാതെ എങ്ങനെയല്ലേ ക്രിസ്മസ് ആഘോഷിക്കണേ? നമ്മളൊരു കേക്ക് കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ആ കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കേക്കായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കേക്കൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ വിചാരിച്ചു. സോ എല്ലാവരും നമ്മൾ കേക്കൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്ത് കേക്ക് കഴിക്കുമായിരുന്നു. ഇനിയിപ്പോൾ എന്താ ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ക്രിസ്മസ് ഫ്രണ്ട് എടുക്കാന്ന് വെച്ചു. അപ്പം ലോട്ടൊക്കെ എഴുതി സെറ്റ് ചെയ്താണ് കൊണ്ടുവന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ വേഗം ലോട്ടൊക്കെ ഇട്ടു. നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ എടുത്തു. നേരം കളയാണ്ട് നേരെ ക്രിസ്മസ് ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചും കൂടി ചെയ്തേക്കാന്ന് വെച്ചു. ഇതുകൂടി കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മുടെ പ്രധാന കലാപരിപാടിയിലേക്ക് പോകാൻ. ശേഷം നമ്മൾ നമ്മുടെ പ്രധാന കലാപരിപാടിയിലേക്കാണ് പോയത്, ഊണ് കഴിക്കാന്നുള്ള പരിപാടിയിലേക്ക്. അതിന് ഏകദേശം നല്ല സമയമായതുകൊണ്ട് എല്ലാവർക്കും വിശന്ന് തുടങ്ങിയായിരുന്നു. അപ്പം നമ്മൾ ഊണാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഊണും അതിൻ്റെ കൂടെ കുറച്ച് തൊടുകറികളും സാമ്പാറും മോരും രസവും എല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സീ ഫുഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ സീ ഫുഡ് ഓർഡർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. സോ നമ്മൾ കുറച്ച് സീ ഫുഡ് വെറൈറ്റീസ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു ജ്യൂസും കൂടി കുടിച്ചാണ് നമ്മുടെ പ്രോഗ്രാം നമ്മൾ എൻഡ്